ഒരു ഡിസൈനർ കോൺസെപ്റ്റിൽ വരുന്ന സൂപ്പർ നെറ്റ് കോട്ട സാരീസ് ആണ്. കാന്ത വർക്കും ആപ്ലിക് വർക്കിലും നല്ല കോമ്പിനേഷനിലാണ് സാരീസ് വരുന്നത്. ഞാൻ ജിബിൻ ഷഫീഖ്, വെൽക്കം ടു ക്ലൗഡ് ഡിസൈൻസ്. ഫാബ്രിക് പറയുകയാണെങ്കിൽ സൂപ്പർ നെറ്റ് കോട്ടയാണ് സാരിയുടെ ഫാബ്രിക്. അതിൽ നല്ല ഡിഫറെൻറ്റ് പാറ്റേണിലാണ് സാരീസ് വരുന്നത്. നമുക്കൊരു ഫംഗ്ഷൻ വെയർ ആയിട്ടും ഒരു സെമി പാർട്ടി വെയർ കാറ്റഗറിയിലും നമുക്ക് ഇത് ഉൾപ്പെടുത്താം. അതല്ല നമുക്കൊരു വർക്ക് വെയർ ആയിട്ടും ഓഫീസ് യൂസിനെല്ലാം വളരെ ആപ്റ്റാണ് സാരി. നെറ്റ് കോട്ട ആയതുകൊണ്ട് തന്നെ വളരെ ലൈറ്റ് വെയിറ്റ് ആണ്. നമുക്ക് നല്ല ഈസി ആയിട്ട് ക്യാരി ചെയ്യാവുന്ന നല്ല സ്റ്റൈലിഷ് ലുക്കിൽ നമുക്ക് ഡ്രേപ്പ് ചെയ്യാവുന്ന സാരിയാണ്. പ്ലീറ്റ്സ് എടുത്ത് കൊടുക്കുന്നവർക്ക് നമുക്ക് അങ്ങനെ കൊടുക്കാം. അതല്ല വൺ ലെയറിൽ ഇടുകയാണെങ്കിൽ നല്ലൊരു സ്റ്റൈലിഷ് ലുക്കാട്ടോ സാരിക്ക്. ഫസ്റ്റ് സാരിയുടെ കളർ പാലറ്റ് പറയുകയാണെങ്കിൽ ലാവൻഡർ ആണ്. ലാവൻഡറിൽ കാന്ത വർക്കാണ്, കാന്ത സ്റ്റിച്ച് ആയിരിക്കും സാരിക്ക് ബോർഡർ വരുന്നത്. അപ്പുറം ലോവറും കാന്ത വർക്ക് വന്നിട്ട് ബോഡി വരുന്നത് പ്ലെയിൻ ആയിരിക്കും. നല്ല പാറ്റേണിലാണ് സാരിയിൽ ആപ്ലിക് വർക്കിലായിരിക്കും സാരിയുടെ മുന്താണി വരുന്നത്. ഒരു കലംകാരി ക്ലോത്ത് വെച്ചിട്ടുള്ള ആപ്ലിക് വർക്ക് വന്നിട്ട് അതിലും കാന്ത വർക്കിന്റെ തന്നെ നല്ലൊരു ജോമെട്രിക്കൽ പാറ്റേണിലാണ് പല്ലുവിൽ ആ ഒരു ഡിസൈൻസ് വരുന്നത് കേട്ടോ. ഈ ഒരു സ്റ്റൈലിലായിരിക്കും. ക്ലോസറിൽ വരുമ്പം ഇതായിരിക്കും സാരിയുടെ ആ ഒരു ഡീറ്റെയിലിംഗ് വരിക. ബോർഡർ കണ്ടോ, ആ ഒരു ലാവൻഡർ വിത്ത് ബ്ലാക്കിലാണ് സാരിയിലെ കാന്ത വർക്ക് വരുന്നത്, ബോർഡർ ആയിട്ട് വരുന്നത്. സെന്റർ പോർഷൻ വരുന്നത് ബോഡി പ്ലെയിൻ വന്നിട്ട് പല്ലു ഒരു കലംകാരിയിൽ തന്നെ ആ ഒരു ആപ്ലിക് വർക്കും അതിലും ആ ഒരു കാന്ത സ്റ്റിച്ച് വരുന്നുണ്ട്. ലാവൻഡർ ടോണിലുള്ള കാന്ത വർക്കിലായിരിക്കും ആപ്ലിക് വർക്ക് വരുന്നത്. വീണ്ടും ആ ജോമെട്രിക്കൽ പാറ്റേണിലാണ് മുന്താണിയിൽ കാന്ത വർക്ക് വരുന്നത്. ഈ ഒരു സ്റ്റൈലിലായിരിക്കും. ആ ഒരു 3 മോട്ടീവ്സ് ആയിരിക്കും ഒരു സർക്കുലർ പാറ്റേണിൽ ആപ്ലിക് വർക്ക് വരുന്നത് കേട്ടോ. കാന്ത വർക്കിൽ സാരിയുടെ പല്ലു വരുമ്പം ഈ ഒരു ലുക്കിലായിരിക്കും വരും. ബ്ലൗസ് അവൈലബിൾ ആണ്, റണ്ണിങ് ബ്ലൗസ് വരുന്നുണ്ട്. സെയിം ഇതേ ടോണിൽ തന്നെ ലാവൻഡർ ടോണിൽ തന്നെ സ്ലീവിൽ വരുമ്പം ഈ ഒരു കാന്ത സ്റ്റിച്ച് വരുന്ന ബ്ലൗസ് ആണ് റണ്ണിങ് ആയിട്ട് വരുന്നത്. അടുത്ത സാരി വരുമ്പോൾ ഞാൻ ബ്ലൗസ് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കും. നെക്സ്റ്റ് കളർ പറയുകയാണെങ്കിൽ പീച്ചാണ്. നല്ലൊരു സോഫ്റ്റ് പേസ്റ്റൽ പീച്ചാണ് സാരിയുടെ കളർ വരുന്നത് കേട്ടോ. കാന്ത വർക്കിൽ തന്നെ ആയിരിക്കും സാരിയുടെ 2 സൈഡിലും ബോർഡർ വരുന്നുണ്ട്. മുന്താണി വരുമ്പം ഈ ഒരു പാറ്റേണിലായിരിക്കും ആ ഒരു കാന്ത സ്റ്റിച്ചും ആപ്ലിക് വർക്കിലും ആയിരിക്കും സാരിയുടെ പല്ലു വരുന്നത്. ആ ഒരു പീച്ച് ആൻഡ് ബ്ലാക്കിലാണ് പല്ലുവിൽ വരുമ്പം ഒരു ആപ്ലിക് വർക്കിന്റെ പാറ്റേൺ മാറിയിട്ടുണ്ട്. ഈ ഒരു ഡിസൈനിലായിരിക്കും. ഈ ഒരു ഏരിയ വരുമ്പം സെയിം ടോണിൽ തന്നെ പീച്ചിൽ തന്നെ ആയിരിക്കും കാന്ത വർക്ക് വരിക. ഇവിടെ വരുമ്പോൾ ബ്ലാക്കിലായിരിക്കും കാന്ത സ്റ്റിച്ച് വരുന്നത്. റണ്ണിങ് ബ്ലൗസ് അവൈലബിൾ ആണ്. ഇതായിരിക്കും സാരിയുടെ ബ്ലൗസ് വരുന്നത്. ബ്ലൗസ് സഫീഷ്യന്റ് ആയിരിക്കത്തില്ല. എല്ലാ സാരീസിനും ഒരു 70-75 ഒക്കെ ബ്ലൗസ് കാണുള്ളൂ കേട്ടോ. നെക്സ്റ്റ് കളർ പറയുകയാണെങ്കിൽ ഒരു ബിസ്ക്കറ്റ് ബ്ലെൻഡഡ് ബേജ് ആണ് സാരിയുടെ ടോൺ വരുന്നത് കേട്ടോ. നല്ല പാറ്റേണാണ്. എല്ലാ സാരീസിലും ഒരു കാന്ത വർക്കും ആപ്ലിക് വർക്കും വരുന്നുണ്ട്. ഇതിൽ വരുമ്പോൾ മെറൂണും ബേജും കൂടിയുള്ള കോമ്പിനേഷനിലായിരിക്കും കാന്ത സ്റ്റിച്ച് വരുന്നത്. ബോഡി വരുന്നത് പ്ലെയിൻ ബോഡി വന്നിട്ട് നല്ല പാറ്റേണിലാണ് സാരിയുടെ പല്ലുവിൽ ആപ്ലിക് വർക്കിൽ അതേ കാന്ത സ്റ്റിച്ചിന്റെ കോമ്പിനേഷൻ വരുന്നത് ഇതേ പാറ്റേൺ തന്നെയായിരിക്കും. മെറൂണിലും ബേജിലും ആയിരിക്കും കാന്ത വർക്ക് വരുന്നത്. സാരിയുടെ മുന്താണി വരുമ്പോൾ സെയിം സ്റ്റൈൽ ബ്ലൗസ്, സെയിം കളർ പാലറ്റ് സെയിം തന്നെ വരുന്നത്. സാരിയുടെ ആ ഒരു കാന്ത വർക്കിന്റെ പാറ്റേണും ആപ്ലിക് വർക്കിന്റെ ഡിസൈനിലും ചെറിയൊരു വേരിയേഷൻ വന്നിട്ടുണ്ട്. ഇതിൽ വരുമ്പോൾ മെറൂണിലാണ് ആ ഒരു ആപ്ലിക് വർക്ക് വരുന്നത്. ഡബിൾ സൈഡിലും കാന്ത വർക്കിന്റെ തന്നെ ബോർഡർ വന്നിട്ട് ഈ ഒരു സ്റ്റൈലിലായിരിക്കും പല്ലു വരുന്നത്. കാന്ത സ്റ്റിച്ച് വരുന്ന ഒരു ഡയമണ്ട് പാറ്റേണിൽ സർക്കുലർ പാറ്റേണിലായിരിക്കും ആപ്ലിക് വർക്ക് വരുന്നത്. ബ്ലൗസ്. നെക്സ്റ്റ് കളർ ഓഷ്യൻ ഗ്രീൻ ആണ്. നല്ലൊരു അക്വ ഗ്രീനും ടീൽ ഗ്രീനും കൂടി ബ്ലെൻഡഡ് ആട്ടോ. നല്ലൊരു പേസ്റ്റൽ ഗ്രീനിലാണ് സാരി വരുന്നത്. സെയിം സ്റ്റൈൽ തന്നെ ആപ്ലിക് വർക്ക് വരുന്നത് ടീൽ ഗ്രീൻ ആൻഡ് ബ്ലാക്കിലാണ് ആ ഒരു കാന്ത വർക്ക് വരുന്നത്. ടീൽ ഗ്രീൻ ആൻഡ് ബ്ലാക്കിലുള്ള കാന്ത വർക്ക് കലംകാരി ക്ലോത്ത് വെച്ചിട്ട് നല്ല സർക്കുലർ പാറ്റേണിലാണ് ആ ഒരു ആപ്ലിക് വർക്ക് വരുന്നത്. സാരിയുടെ മുന്താണിയിൽ വരുമ്പോൾ ബ്ലാക്കിലാണ് ആ ഒരു ആപ്ലിക് വർക്ക് വരുന്നത്. ഈ ഒരു സ്റ്റൈലായിരിക്കും കാന്ത സ്റ്റിച്ച്. ബ്ലൗസ് സെയിം കളർ പാലറ്റ് സെയിം തന്നെ വരുന്ന സോഫ്റ്റ് അക്വ ഗ്രീൻ തന്നെയാണ് സാരിയുടെ കളർ കേട്ടോ. ഒരു ആപ്ലിക് വർക്കിന്റെ കോമ്പിനേഷൻ മാറിയിട്ടുണ്ട്. ബാക്കി എല്ലാം സെയിം തന്നെ. കാന്ത വർക്ക് വരുന്നത് അക്വ ഗ്രീനിലും നല്ലൊരു ബ്രൗണിലുമാണ് കാന്ത സ്റ്റിച്ച് വരുന്നത്, ബോർഡർ ആയിട്ട് വരുന്നത്. മുന്താണി വരുമ്പം ഈ ഒരു ബ്രൗണിലാണ് കലംകാരി ഡിസൈനിലുള്ള ആപ്ലിക് വർക്ക് വിത്ത് കാന്ത സ്റ്റിച്ചിൽ തന്നെയായിരിക്കും ആ ഒരു ജോമെട്രിക്കൽ പാറ്റേണിലുള്ള ബോർഡർ ഒരു പല്ലു വരുന്നുണ്ട്. ബ്ലൗസ് സെയിം കളർ പാലറ്റ് സെയിം തന്നെ. സാരി വന്നിരിക്കുന്നത് ടീൽ ഗ്രീനും അക്വ ഗ്രീനും കൂടിയുള്ള ആ ഒരു കോമ്പിനേഷനിലാണ് വന്നിരിക്കുന്നത്. ഇതിന്റെ ആപ്ലിക് വർക്കിന്റെ കോമ്പിനേഷൻ പറയുകയാണെങ്കിൽ ബ്ലാക്കും ഗ്രീനും കൂടി ആട്ടോ. സാരിയിലെ ആപ്ലിക് വർക്കിന്റെ ആ ഒരു ഡിസൈൻ മാറിയിട്ടുണ്ട്. ഈ ഒരു പാറ്റേണിലായിരിക്കും മുന്താണിയിൽ ആ ഒരു വർക്കും ആ ഒരു സർക്കുലർ മോട്ടീവ്സിൽ തന്നെയായിരിക്കും ബ്ലാക്ക് ആൻഡ് ഗ്രീനിലാണ് കോമ്പിനേഷൻ വരുന്നത്. സെയിം സ്റ്റൈൽ റണ്ണിങ് ബ്ലൗസ്. സൂപ്പർ നെറ്റ് കോട്ടയിൽ വന്ന നല്ല സൂപ്പർ സാരീസ് ആയിരുന്നു ഇന്ന് വന്നത്. ഫുൾ ബോഡി ആ കാന്ത വർക്കിലും ആപ്ലിക് വർക്കിലായിരുന്നു എല്ലാ സാരീസും വന്നത് കേട്ടോ. ലാസ്റ്റ് സാരി വരുന്നതും ബേബി പിങ്ക് തന്നെയാണ് വരുന്നത്. ഒരു പീച്ച് ബ്ലെൻഡഡ് ബേബി പിങ്ക് ആണ് സാരിയുടെ കളർ വരുന്നത്. സെയിം സ്റ്റൈലിൽ ഗ്രേ ആൻഡ് പീച്ചിഷ് പിങ്കിലാണ് കാന്ത വർക്ക് വരുന്നത്. ഈ ഒരു പാറ്റേണിലാണ് ആപ്ലിക് വർക്ക്. ഗ്രേയിൽ തന്നെ ആയിരിക്കും ആപ്ലിക് വർക്ക് വന്നിട്ട് ഒരു ഡയമണ്ട് പാറ്റേണിലാണ് കാന്ത സ്റ്റിച്ച് വിത്ത് ബ്ലൗസ്.